മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് ബീച്ചിൽ റോഡിൽ യുവാക്കളുടെ അപകടയാത്ര. ഓടുന്ന കാറിന്റെ സൺറൂഫിന് മുകളിൽ ഇരുന്നാണ് അഭ്യാസം. ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ കെ വി വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഇത് ഏത് ഭാഗത്താണ് ഇങ്ങനെ യാത്ര ചെയ്തത്? ഈ നമ്പറൊക്കെ വെച്ച് ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ദിവിഷ്, തീർച്ചയായും അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് യുവാക്കൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തത്. കോഴിക്കോട് ബീച്ച് റോഡിലാണ്, അതായത് തിരക്കേറിയ റോഡ് തന്നെയാണ്. ഇന്ന് പെരുന്നാൾ ദിനമാണ്, ഒരുപാട് ആളുകൾ ബീച്ചിലേക്ക് ഒക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് യുവാക്കൾ ഈ വിധത്തിൽ സൺറൂഫിന് മുകളിലിരുന്ന് യാത്ര ചെയ്തിട്ടുള്ളത്. അതായത് സാധാരണയായി നിയമലംഘനമാണെങ്കിൽ പോലും സൺറൂഫ് തുറന്ന് അതിന് മുകളിലേക്ക് നിന്ന് കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നത് നമ്മൾ പതിവായി കാണാറുണ്ട്. പക്ഷേ ഇത് 3 യുവാക്കൾ അവരാണ് ഈ കാറിന് മുകളിൽ സൺറൂഫിന് മുകളിൽ കയറി നിന്നിട്ടുള്ളത്. ഒപ്പം തന്നെ കാറിൽ പാട്ട് വെച്ച് കൈകൊട്ടി, അതുപോലെ ഇതിൽ മഞ്ഞ ഷർട്ടിട്ട ഒരു യുവാവിനെ, അത് കയ്യിൽ പിടിച്ച യുവാവിനെ കാണാൻ കഴിയുന്നുണ്ട്. ആ യുവാവ് ഈ ഷർട്ട് കയ്യിലെടുത്ത് അത് വീശിയൊക്കെയാണ് ഈ കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തിരുന്നത്. അതായത് കോഴിക്കോട് ബീച്ചിൽ വെള്ളയിൽ ഭാഗത്ത് നിന്ന് വരുന്ന റോഡിൽ, അവിടെ നിന്ന് ഏകദേശം ബീച്ചിന് പ്രധാനപ്പെട്ട രാഹുലിന്റെ തന്നെ കൺമുന്നിൽപ്പെട്ട ദൃശ്യമാണിതല്ലേ? അതെ, നമ്മൾ വേറൊരു ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്താണ് വിധത്തിൽ നമ്മുടെ മുൻപിൽ ഇത് കാണുന്നത്. അങ്ങനെ നമ്മൾ നോക്കി എന്താണ് സംഭവിക്കുന്നത് നോക്കി. അപ്പോൾ അധികം വേഗതയിലൊന്നുമല്ല എങ്കിൽ പോലും 3 യുവാക്കൾ ഇതുപോലെ സൺറൂഫിന് മുകളിലിരിക്കുന്നു, താഴേക്ക് ഇറങ്ങുന്നുണ്ട്, കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് കയറുന്നുണ്ട്. ആ സമയത്താണ് ആ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ മഞ്ഞ ഷർട്ട് കയ്യിൽ പിടിച്ച യുവാവിനെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹമാണ് ഇത് ഷർട്ട് ഊരി അത് ഇങ്ങനെ വട്ടം കറക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ മുൻപ് ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരത്തിൽ നാറ്റോസ്റ്റ് സീരീസിൽ ആ കിരീടം നേടിയ ശേഷം സൗരവ് ഗാംഗുലി നമ്മുടെ ജേഴ്സി അഴിച്ച് ഇങ്ങനെ കറക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാറിന് മുകളിൽ ഇരുന്നുകൊണ്ട് ഈ ഷർട്ട് അഴിച്ച് ഇങ്ങനെ വീശിയൊക്കെ കറക്കിക്കൊണ്ട് ആ വിധത്തിലുള്ളൊരു യാത്രയാണ് നടത്തിയിട്ടുള്ളത്. ഏതായാലും അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്നത് KL 85E 0102 എന്നതാണ്. ഫറോക്ക് സബ് RTOക്ക് കീഴിൽ വരുന്നതാണ് ഈ വാഹനം എന്ന് പറയുന്നത്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അപകടം ഉണ്ടായിട്ടില്ല. നമ്മുടെ നിരത്തുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപകടങ്ങൾ തുടർച്ചയാണ്. ആ സമയത്ത് കൂടിയാണ് ഇങ്ങനെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ യുവാക്കൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. നല്ല തിരക്കേറിയ റോഡിലാണ് കാറിന് മുകളിൽ ഇരുന്നുകൊണ്ട് പാട്ടുപാടിയും ഷർട്ടൂരി വീശിയുമൊക്കെ യുവാക്കൾ യാത്ര ചെയ്തത്. ശരിയാണ് രാവിലെ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു കുഞ്ഞിനെ ഇതേപോലെ മുകളിൽ കയറ്റിയിരുത്തി വാഹനം ഓടിച്ചൊക്കെ. അപ്പോൾ ഒരു ചെറിയ ഒരു പിഴവ് മതി വലിയ അപകടത്തിലേക്ക് പോകാൻ. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ അപകടങ്ങളെങ്ങനെ നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കണോ എന്നതാണ്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കട്ടെ. രാഹുൽ KV ആണ് വിവരങ്ങൾ പങ്കുവച്ചു.